ഞാനിപ്പോ ഹോസ്പിറ്റലിലാണുള്ളത്. താലൂക്ക് ഈ കുഞ്ഞിന്റെ ഡെഡ് ബോഡി ഉള്ള ഹോസ്പിറ്റലിലാണുള്ളത്. ഇതെന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സംഭവിച്ചത് രാവിലെ കുഞ്ഞുങ്ങളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ മുറ്റത്ത് നിന്ന് കളിക്കുന്നതിന്റെ ഭാഗമായി ഏതോ സുഹൃത്തുക്കൾ ചെരുപ്പെടുത്ത് ഇതിന്റെ മുകളിലോട്ട് എറിഞ്ഞതാണ്. എറിഞ്ഞപ്പോൾ അത് എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ശരീരം തട്ടിയാണ് ഈ സംഭവം, ഈ കുഞ്ഞ് മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. ഈ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നത് അതിൽ തട്ടിയതായിരിക്കും അല്ലേ? ഇലക്ട്രിക് ലൈൻ ഇതിനകത്ത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ അവിടെ നിലവിലുള്ള ഓടിട്ട പഴയ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഷീറ്റിട്ട ഒരു കെട്ടിടമാണ് നിലവിലുള്ളത്. അവിടെ ആ കെട്ടിടം എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനിന് താഴെ കൂടി പണിഞ്ഞതാണ്. നമ്മൾ കെട്ടിടങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പണിയുന്ന സമയത്ത് പഞ്ചായത്തുകളിൽ അപേക്ഷ കൊടുത്താൽ ഒരുപക്ഷെ അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അനുവാദം കൊടുക്കുന്നതില്ല. അപ്പൊ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ കെട്ടിടം അനധികൃതമാണ്, ആ ഇറക്കിയ എക്സ്റ്റൻഷൻ അനധികൃതമാണ്. എന്നാൽ കെട്ടിടം കെട്ടിയതിന് ശേഷം ഇവർ ഉത്തരവാദിത്തപ്പെട്ട സ്കൂൾ മാനേജ്മെന്റ് ആ ലൈൻ അഴിച്ചു മാറ്റുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾ അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അതിന് സത്വരമായ നടപടികളോ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല. എന്തായാലും കേൾക്കാൻ പറഞ്ഞോളൂ. ഇതാണ് ഒരു അവസ്ഥ. ഇത് ഒരുപക്ഷെ ഈ കുഞ്ഞ് ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഡെസ്കിട്ട് മേളിൽ കയറി എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത നിലനിൽക്കെ ഇത് ഇലക്ട്രിക് ലൈൻ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് പൊട്ടി വീണിരുന്നെങ്കിൽ, ഇപ്പോ മഴക്കാറും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയുള്ള സമയങ്ങളാണ്, പൊട്ടി വീണിരുന്നെങ്കിൽ പോലും സ്കൂൾ ടൈമിലോ അല്ലാതെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ഇതിനെക്കാട്ടിലും ഭീകരമായ അവസ്ഥ ഉണ്ടായേനെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്ര കൊല്ലമായി ഈ ഷീറ്റിട്ട ആ ഭാഗം പാർക്കിങ്ങിന് വേണ്ടി ആ ഷെഡ് പണിതിട്ട്? അവർ ഏകദേശം ഞാനിന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 10 വർഷത്തിന് മേലായെന്ന് പറയുന്നത്. ഓ ഓക്കെ 10 വർഷമായിട്ട് ഈ അപകടാവസ്ഥ തുടരുകയാണ്. ഈ ലൈൻ കമ്പി തൊണ്ടാൻ നമുക്ക് ഈ ഒരു 3 ഫേസ് ലൈനാണ് കടന്നു പോകുന്നത്. 6 or 7 ലൈൻ ഉണ്ട്. വളരെ ഊഞ്ഞാല് കെട്ടിയ രീതിയിൽ കിടക്കുകയാണ്. ആ ഷീറ്റിനോട് നമ്മൾ ഒരു കുട്ടി കയറി നിൽക്കണ്ട, മറിച്ച് അവിടെ 1 വയസ്സുകാരൻ ഒരു കുട്ടി കയറിയാൽ പോലും ആ കമ്പിയിൽ തട്ടുന്ന തരത്തിലാണ് നിലവിൽ ലൈൻ അപകടകരമായ അവസ്ഥയിൽ കിടക്കുന്നത്. നൗഷാദ്, ഈ ലൈൻ കണ്ടിട്ട് നാട്ടുകാരും KSEBിയിൽ ഒരു പരാതിയും പറഞ്ഞില്ല ഇതുവരെ? അല്ല, സ്കൂൾ മാനേജ്മെന്റ് പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്നു. സ്കൂൾ മാനേജ്മെന്റ് പരാതി കൊടുത്തു. സ്കൂൾ മാനേജ്മെന്റ് ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ കെട്ടിയത് ഒന്ന് തെറ്റ്, 2 ഇങ്ങനൊരു അവസ്ഥയുള്ളപ്പോൾ തീർച്ചയായും ഈ ലൈൻ മാറ്റി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഇലക്ട്രിസിറ്റിയിൽ കൊടുത്തുകൊണ്ട് അതിന് സാധാരണയായി ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇലക്ട്രിസിറ്റിക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ എസ്റ്റിമേറ്റ് എടുപ്പിച്ച് പണം അടയ്ക്കണം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ്.